വയസ്സുകാരൻ അല്ലെങ്കിൽ 20 വയസ്സുകാരൻ 40 വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുക, 50 വയസ്സുള്ള സ്ത്രീയെ വിവാഹം, ഇവന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നറിയാമോ? താങ്കളുടെ ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾഡർ വിമൻ യങ്ങർ ബോയ് റിലേഷൻഷിപ്പ്. ഓൾഡർ വുമൺ എന്നാവും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, എന്താവട്ടെ. അതായത് വയസ്സായ സ്ത്രീകളും, വയസ്സായ പറഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ച് കൂടുതൽ പ്രായമായ സ്ത്രീകളും പ്രായം കുറഞ്ഞ ചെക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ചുള്ള ഒരു ഡിബേറ്റ്, ഓപ്പൺ ഡിസ്കഷൻ എന്നൊക്കെ കൊടുത്തത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ. എനിക്കിതൊരു ഡിബേറ്റ് പോലെ തോന്നിയത്. അതായത് ശാരിക പറയുന്നത് ഇങ്ങനെയുള്ള ബന്ധം, അതായത് പ്രായം കുറഞ്ഞ ആണുങ്ങളും പ്രായം കൂടുതലുള്ള പെണ്ണുങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്തോ മോശമാണ്, തെറ്റാണെന്നുള്ള രീതിയിൽ ഒരു സ്റ്റാൻഡ് പോയിൻറ്റ്. ഇപ്പുറത്ത് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗായത്രി അവർ അതിനെ അനുകൂലിച്ചുകൊണ്ട്, ഈ റിലേഷൻഷിപ്പിനെ അനുകൂലിച്ചുകൊണ്ട് ഡോക്ടർ ഗായത്രി, പ്രതികൂലിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ശാരിക. അപ്പോൾ നോക്കാം കേട്ടോ. ഇതിൽ ശാരികനെ ഇങ്ങനെ തെറി വിളിക്കുന്ന കുറേ ടീംസിനെയൊക്കെ കണ്ടു. അതെന്താവട്ടെ, ആദ്യം നമുക്ക് ഇതിൽ എന്താ സംഭവിക്കണം നോക്കാം. താങ്കൾ അമ്മയുടെ പ്രായമുള്ള ഒരാളെ വീട്ടിൽ അമ്മയോടൊപ്പം തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു, കല്യാണം കഴിച്ചു. എന്തൊരു ശുദ്ധ വെട്ടിത്തരമാണത്, ഇതൊരു അസംബന്ധമാണ്. ഈ സംശയമല്ലേ എന്റെ വീട്ടിലുള്ള ആൾക്കാർ എന്തിനാ ശാരീരികത്തിലായി? ഒരു പ്രാവശ്യം വിവാഹം കഴിച്ച ഒരാൾക്ക് പിന്നെ ഏതൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നുന്ന പ്രണയം അതൊരു മാംസ നിമിത്തം മാത്രമാണ്, അവരുടെ മാംസത്തോട് തോന്നുന്ന ഇഷ്ടം മാത്രമാണ്. ഒരാളെക്കാളും പ്രായമുള്ള സ്ത്രീ ഒരു പുരുഷൻ കല്യാണം കഴിക്കുന്നത് ഓക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അവരുടെ അഭിപ്രായം നല്ല പറയാൻ പറ്റും. ഡോക്ടർക്ക് നിലപാടില്ല, ദാറ്റ്സ് യുവർ പ്രോബ്ലം. ശാരികയുടെ ഈ ഒച്ച ഇത് കേട്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശാരിക പ്രായത്തിന് മൂത്ത കല്യാണം കഴിക്കുന്ന എല്ലാവരോടും പോയിട്ട് പറയും ഇങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല പോരെ. അത് അവരനുഭവിക്കട്ടെ. ഞാനെന്തിനാ പറഞ്ഞത്? ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അവർക്ക് കേൾക്കാം, കൊള്ളാം, തള്ളാം. ഡോക്ടറുടെ കള്ളം പറയുന്നു. ഡോക്ടേഴ്സ് ലൈ. ഡോക്ടർ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം. ഡോക്ടർ പറയും ഡോക്ടർ അതൊന്നും ഓക്കെയല്ല. എന്റെ കണ്ണിൽ എന്തെങ്കിലും എഴുതി ഇതിൽ ശാരികനെ തെറി വിളിക്കണ കുറേ ടീംസ് ഉണ്ട്. അതായത് ശാരികയ്ക്ക് വിവരമില്ല, ശാരിക എന്ത് വർത്താനാണ് പറയുന്നത്, ശാരിക ഭയങ്കര എറഗൻ്റാണെന്നൊക്കെ. എറഗൻ്റാണോ അല്ലേ എന്നുള്ള അവിടെ നിൽക്കട്ടെ. ശാരികയുടെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്, ഞാനതിന് സപ്പോർട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ഇവിടെ ശാരികയുടെ ഈ ഒരു ഷോൻ്റെ ഒരു ഇത് എനിക്ക് തോന്നിയുള്ളത്, ഇത് ഓപ്പൺ ഡിസ്കഷൻ, ഇതൊരു ഡിബേറ്റ് പോലെ രണ്ട് പേര് നിന്നിട്ട് സംസാരിക്കും. ഒരാൾ ഫോറും ഒരാൾ എഗെയിൻസ്റ്റും, ഒരാൾ അനുകൂലിച്ചിട്ടും ഒരാൾ പ്രതികൂലിച്ചിട്ടും. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ചുണ്ടിൽ മുറിയായോ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാരികയുടെ സ്റ്റാൻഡ് പോയിന്റിനെ അതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് സംസാരിക്കേണ്ടാവുക. അതിനിപ്പോൾ ശാരികയുടെ നമ്മൾ ദേഷ്യം പിടിച്ചാൽ എന്താ കാര്യമുള്ളത്? ഇവിടെ ഇങ്ങനെ ഒരു കച്ചറ ഉണ്ടാവും, അടി ഉണ്ടാവും, ഈ രീതിയിൽ ഇവർ ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്